ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ സജസ്റ്റ് ചെയ്തൊരു ടോപ്പിക്ക് തന്നെയാണ്. തേർഡ് പാർട്ടി റിലേറ്റ് ചെയ്ത ടോപ്പിക്കാണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് കരുതിയിരിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് കരുതിയിരിക്കുന്നത്. Two of Pentacles, Star, Chariot, Two of Wands, King of Pentacles, Eight of Swords, High Priestess, Queen of Cups, Knight of Cups, Eight of Wands, Queen of Wands. നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം. ഓക്കെ, മജീഷ്യൻ. അപ്പോൾ നമ്മളിനി സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കുറിച്ച് ഭയങ്കര ഒരു ബിൽഡപ്പ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇവിടെ നിങ്ങളെ കരുതുന്നതും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ്. അപ്പോൾ സ്ട്രോങ് ഇൻ ദ സെൻസ്, നമ്മൾ ചിലരെ പറയും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് പറയും. ആ ഒരു സെൻസ് മാത്രമല്ല, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മജീഷ്യൻ കാർഡ് ആൻഡ് അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റസ് എനർജി, രണ്ടും മേജർ ആർക്കാന കാർഡ്സ് ആണ്. കാർഡ് നമ്പർ 1 ആൻഡ് കാർഡ് നമ്പർ 2 ആണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എനർജീസാണ്. അപ്പോൾ വിചാരിച്ച കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ നടത്തിയെടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള അത്രയും ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ള ആ ഒരു ധാരണ ഇവർക്ക് നിങ്ങളെക്കുറിച്ചുണ്ട്. നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ പറഞ്ഞൊരു തരത്തിലാണ്. നിങ്ങൾ വളരെ ഇപ്പോൾ കാര്യങ്ങൾ നമുക്ക് ദീർഘവീക്ഷണം ഉള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കബളിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വ്യക്തികളൊക്കെ ഉണ്ടല്ലോ, വളരെ കണ്ണിങ് ആയിട്ടുള്ളത്. ചില കേസിനകത്ത് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് അവർ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ബ്ലാക്ക് മാജിക് ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ഈ പറഞ്ഞതുപോലെ അതുപോലെയുള്ള കാര്യങ്ങൾ മുതൽ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ള ഒരു രീതിയിലാണ് തേർഡ് പാർട്ടി നിങ്ങളെ നോക്കിക്കാണുന്നത്. അത് മാത്രമല്ല, നിങ്ങളായിട്ട് ഈ ഒരു വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ, ഇപ്പം നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഇടയിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണാണ്. ഈ ഒരു പേഴ്സണിലേക്ക് നിങ്ങൾ പുറകെ പോയതാണ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ നിങ്ങളായിട്ട് കൂടെ പുറകെ പോയി അവർ നിങ്ങളിലേക്ക് ആക്കിയെടുത്തു എന്നുള്ളൊരു രീതിയിലാണ് തേർഡ് പാർട്ടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം, സൊസൈറ്റിയിൽ സ്ഥാനമാനങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കിക്കാണുന്ന ആ ഒരു തരത്തിലുള്ള വ്യക്തി ആയിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ പുറകെ നിങ്ങളായിട്ട് പോയതായിട്ടാണ് തേർഡ് പാർട്ടി കരുതിയിരിക്കുന്നത്. അതുമാത്രമല്ല, ചിലപ്പോൾ ഈ ഒരു പേഴ്സണേക്കാൾ ഫിനാൻഷ്യലി നിങ്ങളൊന്ന് താഴെയുള്ള വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ എയിം വെച്ചിട്ട് നിങ്ങൾ പുറകെ പോയതാണ് എന്നുള്ള രീതിയിലും അവർ ചിന്തിച്ചേക്കാം. കാരണം ഇവിടെ ആ ഒരു ഫിനാൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയെ കൂടുതലായിട്ടും അടുപ്പിച്ച് നിർത്തിയിരിക്കുന്നത് നിങ്ങളാണെന്നാണ് ഇവർ ചിന്തിച്ചിരിക്കുന്നത്. ചിലപ്പോൾ വാസ്തവത്തിൽ നേരെ തിരിച്ചായിരിക്കാം. ഈ ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പുറകെ വന്നിട്ടുണ്ടാവുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അവരായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് പലരും ആവാം തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളാണ് ഈ ഒരു വ്യക്തിയുടെ പുറകെ പോയിരിക്കുന്നത്. അവരുടെ ഒരു സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ആ ഒരു എന്താ പറയുന്നത് സൊസൈറ്റിയിലുള്ള ഫെയിം, പല കാര്യങ്ങളും ആയിരിക്കാം. അതെല്ലാം കണ്ട് നിങ്ങളാണ് ഈ ഒരു പേഴ്സണെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പുറകെ പോയത് നിങ്ങളാണ് പ്ലാൻ ചെയ്ത് അവരുടെ പുറകെ പോയത് എന്നുള്ള രീതിയിലാണ് തേർഡ് പാർട്ടി മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങളവരെ ട്രാപ്പിൽ പെടുത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ ആ ഒരു ട്രാപ്പിംഗ് എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ പരിധിയിലാക്കിയിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഏത് വിധേനെ അവരെ പെടുത്തിയിരിക്കുന്നത് നിങ്ങളാണ് എന്നുള്ളൊരു രീതിയിലാണ് തേർഡ് പാർട്ടി ചിന്തിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അത്രയും കണ്ണിങ് ആയിട്ടുള്ള
അല്ലാന്നുണ്ടെങ്കിൽ മാനിപ്പുലേറ്റീവ് ആയിട്ടാണെന്നുണ്ടെങ്കിലും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ വരുത്തിയെടുക്കാൻ കഴിവുള്ള ഒരു പേഴ്സൺ ആണ്. ഏത് രീതിയിലും കാര്യങ്ങൾ കൺട്രോളിൽ വരുത്താൻ കഴിവുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുള്ളൊരു ധാരണ കൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഫിസിക്കലി വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഫെമിനിൻ എനർജിയുടെ തന്നെ 3 ഭാവങ്ങൾ കാണാനായിട്ട് കഴിയും. ഹൈ പ്രീസ്റ്റസ് എനർജി, ക്വീൻ ഓഫ് വാൺസ്, ക്വീൻ ഓഫ് കപ്സ് എനർജീസ് എല്ലാം ഇവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ ഒരു എനർജി കാര്യങ്ങൾ നോക്കുമ്പോൾ പറയാറുണ്ട് സ്നേഹം കാണിച്ച് കൂടെ നിർത്തുന്ന ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അട്രാക്ഷൻ, പല രീതിയിലും നമ്മൾ പറയാറുണ്ട്. ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെയുള്ള തേർഡ് പാർട്ടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സ്നേഹം കൊടുത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫിസിക്കലി ഉള്ള ഒരു അട്രാക്ഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കൺട്രോളിൽ വെച്ചിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പുറകെ നിങ്ങളാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങളാണെന്നുള്ളൊരു ധാരണ നമുക്കിവിടെ കാണാം. അത് ചിലപ്പോൾ ഇമോഷണലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹം കാണിച്ചും കരഞ്ഞും ഒക്കെ ഇവരെ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഫിസിക്കൽ അട്രാക്ഷൻ ആയിക്കോട്ടെ. മാത്രമല്ല നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിൽ വളരെ മിടുക്കുള്ളൊരു പേഴ്സൺ ആണ്. നമ്മൾ പറയില്ലേ, ഏതറ്റം വരെ പോയാലും കാര്യങ്ങൾ നടത്തിയെടുത്തേ വരൂ എന്നുള്ള ഒരു എനർജി കൂടി നമുക്കിവിടെ കാണാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്ത് നിങ്ങളാണ് ഈ ഒരു പേഴ്സണിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണയിലാണ് തേർഡ് പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കണക്ഷൻ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇവരറിയാതെ ആണെന്നുണ്ടെങ്കിൽ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളൊരു ധാരണ തേർഡ് പാർട്ടിക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടി ആരാണെന്നുള്ളതിനനുസരിച്ച് നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ഉള്ളവരായിരിക്കാം, ഓൺ ആൻഡ് ഓഫിൽ പോകുന്നവരായിരിക്കാം, നോ കോൺടാക്റ്റ് ആയിരിക്കാം. പക്ഷേ തേർഡ് പാർട്ടി കരുതുന്നത് നിങ്ങൾ തമ്മിൽ നിലവിൽ കോൺടാക്റ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു പേഴ്സണെ ഏത് വിധേനയും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് ആക്കാനായിട്ട് ശ്രമിക്കും. ഒരു മാനിഫെസ്റ്റിംഗ് എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ക്യൂൻ ഓഫ് കപ്സ്, മജീഷ്യൻ, ഹൈ പ്രീസ്റ്റസ് എനർജീസ്, ഇതെല്ലാം ആ ഒരു മാനിഫെസ്റ്റിംഗ് എനർജീസും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളിലേക്ക് വലിച്ചെടുക്കുക നമ്മൾ പറയില്ലേ, ആ പറഞ്ഞ രീതിയിൽ ഈ ഒരു പേഴ്സണെ വിട്ട് നിങ്ങൾ പോകുന്നില്ല, നിങ്ങളാണ് ഇവരെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. ചില കാര്യങ്ങൾ കാണാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു പേഴ്സണെ വിട്ട് പോകുന്നില്ല, നിങ്ങളാണ് ഇവരെ ചുറ്റിപ്പറ്റി നടക്കുന്നത് എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അവരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ ചില കേസിൽ ഫാമിലിയൊക്കെ ആയിരിക്കാം തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്, അവരുടെ പാരൻസോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരോ സിബ്ലിങ്സോ അങ്ങനെ ആര് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ഈ തരത്തിൽ നിങ്ങളായിട്ട് ആ ഒരു പേഴ്സൻ്റെ പുറകിൽ വരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവർ കൺട്രോളിൽ വെക്കാനായിട്ട് ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ച് ചില കാര്യങ്ങൾ മോഹിച്ചുകൊണ്ട് നിങ്ങളാണ് അവരുടെ പുറകെ പർപ്പസ്ഫുള്ളി നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് വിധേനയും കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിവുള്ള ഒരു പേഴ്സൺ ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തേർഡ് പാർട്ടിയെക്കുറിച്ച് പറയുന്ന പോലെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കൂടെ നിർത്താൻ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ചിലപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്തതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹം ഉണ്ടായത് എന്ന് വരെ അവർ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ എന്തായാലും കാണുന്നത്. അപ്പോൾ ഏത് വിധേനയും ഈ ഒരു പേഴ്സണെ വിട്ട് പോകാൻ നിങ്ങൾ തയ്യാറല്ല, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഈ ഒരു വ്യക്തി ഉപേക്ഷിച്ച് പോകില്ല എന്നുള്ളൊരു ധാരണ ഇവിടെയുള്ള തേർഡ് പാർട്ടിക്കുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ വിട്ടു പോകില്ല, അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോകുന്ന വ്യക്തിയല്ല നിങ്ങൾ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പെട്ടെന്ന് പോവില്ല എന്നുള്ളൊരു ധാരണയിലാണ് ഇവിടെയുള്ള തേർഡ് പാർട്ടി ഇരിക്കുന്നത്. ഈ ഒരു മജീഷ്യൻ എനർജി, നമ്മൾ ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു എനർജി എന്ന് പറയുന്ന പോലെ ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്തൊക്കെയോ ചെയ്ത് തന്നിലേക്ക് ആക്കിയെടുക്കുന്ന ആ ഒരു സംഗതിയാണ്. കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വിചാരിക്കുന്ന പോലെ നടത്തിയെടുക്കുന്ന ഒരു എനർജി കൂടിയാണ്. നമ്മളുടെ ആ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു എനർജി കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു തരത്തിലാണ് ഇവിടെയുള്ള ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കരുതിയിരിക്കുന്നത്. ഇനി ഇവരുടെ ഒരു ഇൻറ്റൻഷൻ എന്താണ് ഇപ്പോൾ എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, 5 of Swords, Emperor, 7 of Cups, Ace of Wands, Oracle of Pentacles, 10 of Cups, Ace of Swords,
മെജീഷ്യൻ, ഡെത്ത്. ഒരു കാർഡ് കൂടി വേണമെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാം. ഡെത്ത് വന്നു എങ്കിലും. ഓക്കെ, 4 ഓഫ് കപ്സ്. ഇപ്പോൾ നമ്മളിവിടെ തേർഡ് പാർട്ടിയുടെ ഒരു ഇൻറ്റൻഷൻ കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, കറൻ്റ്ലി ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ അത്ര സ്മൂത്തായിട്ട് പോകുന്നൊരവസ്ഥ ആയിരിക്കണം എന്നില്ല. ഇതിനകത്ത് കോൺഫ്ലിക്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സ്, ഡിസഗ്രിമെൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം. പരസ്പരം വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ സ്വന്തം നിലപാട് ശരിയാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ടാവും. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഈ ഒരു 5 ഓഫ് സോർഡ്സ് എനർജിയാണ്, ആ ഒരു സർപ്പമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ തമ്മിൽ അത്ര നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി തേർഡ് പാർട്ടിയുടെ ഒപ്പമാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളതെങ്കിൽ പോലും ഇമോഷണലി അവിടെ ഒരു ക്ലോസ്നെസ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടാവണമെന്നില്ല. പല കാര്യങ്ങൾ ചെയ്തപ്പോൾ ഫാമിലിയാണ് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ഫാമിലിയോടൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്യൂട്ടി എന്താണോ അതൊക്കെ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് എന്താണോ അതെല്ലാം ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്നേഹം, ആ ഒരു ഫാക്ടറാണ് ഏത് റിലേഷൻഷിപ്പിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇമോഷൻസ് ആണ്. അത് ചിലപ്പോൾ അവിടെ കൊടുക്കുന്നുണ്ടാവണമെന്നില്ല. അപ്പോൾ അത് തന്നെയായിരിക്കും ഇവിടെ വഴക്കിൻ്റെ ഒരു കാരണം. അവരുടെ ഒപ്പം ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കില്ല പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി വിചാരിക്കുന്നത് ഇവർക്ക് ഒരുപാട് ഓഫേഴ്സ് കൊടുത്ത് ഏത് രീതിയിലും നിങ്ങളുടെ വ്യക്തി അവരുടെ കൂടെ നിർത്താം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഒരു 7 ഓഫ് കപ്സ് എനർജിയാണ്. ഏത് മാർഗത്തിലൂടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണെ അവരിലേക്ക് അട്രാക്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അവരിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇമോഷൻസ് ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്നേഹം, മനസ്സിൽ തട്ടിയുള്ളൊരു സ്നേഹം അവരോടുള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. അവരുടെ ചിന്താഗതി മുഴുവൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടാണ് താല്പര്യം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഒരുപാട് സ്നേഹം കാണിച്ചാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റുള്ള റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അട്രാക്ഷൻ ആയിക്കോട്ടെ, പുറമേയുള്ള സൗന്ദര്യം ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ട് നിങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണോട് അവർക്ക് അറ്റാച്ച്മെൻറ്റ് ഇല്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ റിലേഷൻഷിപ്പ് മാക്സിമം ഒരു നല്ല രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ബൂസ്റ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു എസ് ഓഫ് വൺസ് എനർജിയാണ്. അതായത് അത്രയും ഷാർപ്പായിട്ടുള്ള, അത്രയും ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് അവരുടെ റിലേഷൻഷിപ്പിനകത്ത് വേണം. ഇപ്പോഴുള്ള അവരുടെ സിറ്റുവേഷൻ മാറണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒറാക്കിൾ ഓഫ് പെൻറ്റക്കിൾസ്. ഇതൊരു തേനീച്ചയാണ്. തേനീച്ചയുടെ അടുത്തുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തേനുണ്ട് എന്നും പറഞ്ഞ് ഓടി ചെന്ന് കഴിഞ്ഞാൽ കാര്യം, ഹണി ഭയങ്കര ഗുണമുള്ളൊരു കാര്യമാണ്. പക്ഷേ അത്ര ഈസി അല്ല. അതെടുക്കാനായിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ കുത്തു കിട്ടും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ, അങ്ങനെ നമ്മൾ തേൻ പുരട്ടിയ സംസാരം എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു മറ്റൊരു വേർഷനാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സ്വീറ്റ് ആയിട്ട് അവരുടെ അടുത്ത് നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഇവർ എടുത്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ വഴക്ക് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വേഴ്സ് ആവും എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ മാക്സിമം ഇനി അവരുടെ ഒരു സ്റ്റാൻഡ് മാറ്റി നോക്കാം എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നേരത്തെ നിങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവരുടെ ഒരു ധാരണ എന്താണെന്ന് നോക്കിയപ്പോൾ നമുക്ക് അവിടെയും മജീഷ്യൻ വന്നു, ഇവിടെയും നമുക്ക് ഈ ഒരു മജീഷ്യൻ എനർജി കയറി വന്നിട്ടുണ്ട്. സോ ഈ ഒരു പേഴ്സൺ, അതായത് ഈ ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും ചിന്തിക്കുന്നത് ഏത് രീതിയിലും അവർക്ക് അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ കൊണ്ടുവരണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുമായിട്ട് ചിലപ്പോൾ സെപ്പറേഷനിലാണ് ഈ ഒരു വ്യക്തിയെങ്കിൽ പോലും അവരുടെ മനസ്സിൽ, ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വ്യക്തിയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു അതേ ആയുധം ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ, എന്ത് രീതിയിലും മാനിപ്പുലേറ്റീവ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ കൂടെ നിർത്തണം, അല്ലെങ്കിൽ ആ ഒരു 10 ഓഫ് കപ്സ് എനർജി അവർക്ക് വേണം എന്നുള്ള ഒരു രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഈ ഒരു പേഴ്സൺ, അതായത് ഇവിടുത്തെ തേർഡ് പാർട്ടി വളരെ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. അതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതേസമയം നമുക്കിവിടെ നോക്കുമ്പോൾ ഡെത്ത് എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിക്കാനായിട്ടാണ് അവർ മാക്സിമം ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും ആ ഒരു 4 ഓഫ് കപ്സ് എനർജിയാണ്. ദാറ്റ് മീൻസ് ഒരു ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള താല്പര്യം ഇല്ലാതെയായി തീരണം, അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് അവർ ഒരുപാട് അട്രാക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർ മാറ്റി നിർത്തുന്ന തരത്തിൽ, നമ്മൾ ആ പേര് പറഞ്ഞതുപോലെ ഒരു ബോർഡമായി മാറുന്ന ഒരവസ്ഥ, അതായത് അതിനകത്ത് അവർക്കൊരു താല്പര്യമില്ലാതെ ആവണം എന്ന് ഈ ഒരു തേർഡ് പാർട്ടി ചിന്തിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് അവരുടെ ഒരു ഇൻറ്റൻഷൻ നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കറൻലി ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരവസ്ഥ, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആർഗ്യുമെൻറ്റ്സ്, കോൺഫ്ലിക്ട്സ്, ഡിസഗ്രിമെൻറ്റ്സ് അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എല്ലാം നല്ല രീതിയിൽ ഓപ്പൺ കോൺവെർസേഷൻ അവർ തമ്മിൽ നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലാരിറ്റി ഉള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം അത്രയും ഓപ്പൺ ആയിട്ടുള്ളൊരു കോൺവെർസേഷനോടുകൂടി മുന്നോട്ട് പോകാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനകത്തുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകണം, അവരോട് കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹ ഇമോഷൻസ് അവർക്ക് ലഭിക്കണം എന്നുള്ളൊരു
എനർജിയാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചു പോകണം എന്നുള്ളൊരു എനർജി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിലവിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ധാരണയായാലും അല്ല അവരുടെ ഇനി അങ്ങോട്ടുള്ള ഒരു ഇൻറ്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു തരത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു സ്വഭാവം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് റെസണേറ്റ് ആവും എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ നമ്മൾ പതിവ് പറയുന്നത് പോലെ തേർഡ് പാർട്ടി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഇമോഷൻസ് ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിലവിലൊരു തേർഡ് പാർട്ടി ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന വ്യക്തിയെ നിങ്ങൾക്ക് തേർഡ് പാർട്ടിയുടെ സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള റീഡിങ്സ് കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തേർഡ് പാർട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി റിലേറ്റ് ചെയ്ത റീഡിങ്സ് നിങ്ങൾ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും അത് അവർക്കൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി എനർജി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവിടുത്തെ ഇപ്പം നമ്മൾ നോക്കിയ തേർഡ് പാർട്ടി ഈ ഒരു തരത്തിൽ ചിന്തിക്കുന്ന ഒരു എനർജി കൂടിയാണ്. വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു എനർജി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുകൊണ്ടാണ് അവർ പ്രിറ്റൻഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണെ അവരിലേക്ക് ആക്കി എടുക്കണം എന്നുള്ളൊരു ചിന്താഗതി ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക നമ്മളില്ലാത്തത് ഒരു കാര്യം കാണിച്ച് ഒരാളെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ളൊരു എനർജിയും കൂടി വന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു കണ്ണിങ് ആയിട്ടുള്ളൊരു പേഴ്സണും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ഇതുപോലെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ടത് തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടാണ്. സ്ട്രോങ് തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള ഒരാൾ മിഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും തോറും എത്ര നമ്മൾ കൂടിച്ചേരാൻ നോക്കുമ്പോൾ അതിനകത്ത് പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ സ്വയമേ അവരായിട്ട് തന്നെ ഒഴിഞ്ഞു പോകുന്നൊരു അവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ഒന്ന് വീക്കാവുന്ന അവസ്ഥ അല്ലെന്നുണ്ടെങ്കിൽ ചില കേസിൽ നമ്മൾ കാണാറുണ്ട് യൂണിവേഴ്സായിട്ട് തന്നെ അവരുടെ ഒരു ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് തിരിച്ചു വിടുന്ന ഒരവസ്ഥ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.